ഡിസ്ട്രക്ഷൻ. മുകേഷ് അംബാനിയുടെ മൂലമന്ത്രം. ഏത് ബിസിനസ് മേഖലയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നാലും അവിടെ ഒരു വിസ്ഫോടനം ഉറപ്പ്. പൊടിപടലങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ പ്രബലമായി അവശേഷിക്കുക പലപ്പോഴും റിലയൻസിന്റെ കമ്പനി മാത്രം. ടെലികോം രംഗത്ത് കടന്നുകയറിയ ജിയോ ഉദാഹരണം. സമയത്തിനൊപ്പമല്ല, അതിനേറെ മുന്നിലാണ് മുകേഷ് അംബാനി എന്ന ഇന്ത്യൻ ബിസിനസ്സിലെ മോട്ടാഭായിയുടെ യാത്ര. മറ്റുള്ളവർ ഇപ്പോൾ ചിന്തിക്കുന്നത് 10 വർഷം മുൻപ് മോട്ടാഭായി ചിന്തിക്കാൻ ആരംഭിച്ചിരിക്കും. സാധാരണക്കാരൻ അടുത്ത മാസത്തെക്കുറിച്ചോ അടുത്ത വർഷത്തെക്കുറിച്ചോ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ 10 വർഷത്തേക്കുള്ള പദ്ധതി ആന്റിലയിൽ തയ്യാർ. പെട്രോളിയമാണ് 20,54,000 കോടി രൂപയിലേറെ വിപണി മൂല്യമുള്ള രാജ്യത്തെ നമ്പർ 1 കമ്പനിയായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ പണം കായ്ക്കുന്ന മരം. ഗുജറാത്തിലെ ജാംനഗറിലെ റിഫൈനറി ഇതിന്റെ കേന്ദ്രവും. എന്നാൽ ലോകം പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് സോളാറും കാറ്റുമടക്കമുള്ള ഹരിത പദ്ധതികളിലേക്ക് അതിവേഗം മാറുകയാണ്. ഇതിങ്ങനെ പോയാൽ മോട്ടാഭായിയുടെ എണ്ണ ആര് വാങ്ങും? ആരും വാങ്ങിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഒന്നുമില്ല. കാരണം ഭാവിയിൽ ഹരിതോർജ്ജത്തിന്റെയും ചക്രവർത്തിയായി മുകേഷ് അംബാനിയെ തന്നെയായിരിക്കും നാം കാണാൻ പോകുന്നത്. ഗുജറാത്തിലെ ജാംനഗറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗിഗാ ഫാക്ടറി നിർമ്മിച്ചു വരികയാണ് റിലയൻസ്. കച്ചിൽ 5.5 ലക്ഷം ഏക്കർ ഭൂമിയിൽ സിംഗപ്പൂരിനെ 3 ഇരട്ടിയിലേറെ വലിപ്പത്തിൽ സോളാർ പാടവും സജ്ജമായി വരുന്നു. അടുത്ത 10 വർഷത്തിനപ്പുറം രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യകതയുടെ 10% നൽകാനാണ് മോട്ടാഭായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ ഡേറ്റയും അത് ചാർജ് ചെയ്യാനുള്ള വൈദ്യുതിയും റിലയൻസിൽ നിന്ന് തന്നെ. എണ്ണയിൽ നിന്നുള്ള ലാഭത്തേക്കാൾ കൂടുതൽ ലാഭം ഹരിതോർജ്ജ പദ്ധതികളിൽ നിന്ന് റിലയൻസിന് ലഭിച്ചേക്കും. മോട്ടാഭായി രാജ്യത്തെ നമ്പർ 1 വ്യവസായി ആയതിൽ ഒട്ടും അത്ഭുതമില്ല.